إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولكم في القصاص حياة يا أولي الألباب يا أولي الألباب لعلكم تتقون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടെ ആത്മസംസ്കരണം ആഗ്രഹിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന സൽക്കർമ്മനിരതമായ ജീവിതം മരിക്കുന്നത് വരെ നിലനിർത്തുവാനുള്ള സന്മാർഗവും സൗഭാഗ്യവും അവൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 179-ാമത്തെ ആയത്താണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിലെ പ്രതിക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമായ ചർച്ചകൾ സാമൂഹിക ഇടങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം വളരെ വേണ്ടപ്പെട്ട മലയാളിയായ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഖുതുബയ്ക്ക് ശേഷം സൂചിപ്പിക്കുകയും നമ്മുടെ സ്നേഹം ഉദാരത കൊണ്ട് പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ മലയാളികളുടെയും അങ്ങേയറ്റത്തെ അഭിലാഷം റഹീമിൻ്റെ മോചനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന പല ചർച്ചകളിലും ഇസ്ലാമിക ശരീഅത്തിനെയും സൗദിയെയും അവിടുത്തെ കോടതി സംവിധാനങ്ങളെയും ആ വിധിയെയും കുറിച്ചുള്ള പലതരത്തിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നാസ്തികവാദികളും യുക്തിവാദികളും ലിബറലിസ്റ്റുകളുമൊക്കെ ഒരു വല്ലാത്ത വടി കിട്ടിയതുപോലെ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നടപടിക്രമം ആധുനിക സമൂഹത്തിന് എത്രമേൽ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് എന്നതിലേക്കുള്ള വരവായിക്കൊണ്ട് റഹീമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഡിസ്കഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെടുത്തി ഈ വിഷയത്തെക്കുറിച്ച് സാമാന്യമായ ധാരണ
നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരുമ്പോഴാണ് ഇസ്ലാമിൻ്റെ ഇവ്വിഷേകമായിട്ടുള്ള മാനവികതയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശരീഅത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള കാരുണ്യവും എത്രത്തോളമാണ് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന 18 വർഷമായി ഉമ്മയെ നേർക്കുനേരെ കാണുവാൻ കഴിയാതെ ജയിലിൽ അകപ്പെട്ടു പോയ ആ റഹീം അദ്ദേഹത്തിൻ്റെ മോചനത്തിലേക്ക് എത്തിക്കുന്നതിന് അള്ളാഹിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾ സഹായകരമായി തീരുന്നത് എന്ന് നമ്മൾ ഈ കേസിലൂടെ കൂടുതൽ അടുത്തറിയുകയാണ്. മാത്രവുമല്ല, അതിന് ഉപോത്ബലകമായിക്കൊണ്ട് അനുബന്ധമായിക്കൊണ്ട് അത്തരത്തിലുള്ള വിവിധ കേസുകൾ ചർച്ചയ്ക്ക് വരുമ്പോഴാണ് ഇസ്ലാമിക ശരീഅത്ത് ഖിസാസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖിസാസ് അതിൻ്റേതായ രൂപത്തിൽ നടപ്പിലാക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നതും അതേപോലെ തന്നെ ഖിസാസുമായി ബന്ധപ്പെട്ട മറ്റു ഓപ്ഷനുകൾ നൽകപ്പെടുമ്പോൾ ലഭിക്കുന്ന കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ഉദാഹരണ സഹിതം പല ആളുകളും അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ആമുഖമായി ഓതിവെച്ച ആയത്തും അതിൻ്റെ തൊട്ട് മുമ്പുള്ള സൂക്തവും വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 45-ാമത്തെ ആയത്തുമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വളരെ ലളിതമായി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ പ്രായോഗികമായ ജീവിതക്രമം, അത് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹിക നിർഭയത്വം അത് നിർബന്ധിതമാക്കുന്നതിന് അനിവാര്യമാക്കുന്നതിന് വേണ്ടി നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ എത്രമേൽ അനിവാര്യമാണ് എന്നും അത് പാലിക്കപ്പെടുന്ന സമയത്താണ് സാമൂഹികമായ സുരക്ഷിതത്വം ഉണ്ടാവുക എന്നും, എന്നാൽ ഒരു വേള ചില സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിലും പാലിക്കേണ്ട ചില നടപടിക്രമങ്ങൾ ഉണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 178-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ലാ. അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആദർശം സ്വീകരിച്ചവരെ, കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ലാ, കൊലപാതകത്തിൻ്റെ വിഷയത്തിൽ തത്തുല്യമായ ശിക്ഷ നടപ്പിലാക്കൽ, പ്രതിക്രിയ നടപ്പിലാക്കൽ നിങ്ങൾക്ക് മേൽ നിർബന്ധമാണ്. അൽ ഹുർറു ബിൽ ഹുർരി, സ്വതന്ത്രനാണ് കൊന്നത് എങ്കിൽ സ്വതന്ത്രനെ തന്നെ കൊല്ലുക. വൽ അബ്ദു ബിൽ അബ്ദി, അടിമക്ക് അടിമ. വൽ ഉൻസാ ബിൽ ഉൻസ, സ്ത്രീയാണ് കൊന്നത് എങ്കിൽ ആ സ്ത്രീയെ തന്നെ കൊല്ലുക. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ, എന്നാൽ ഏതെങ്കിലും ഒരർത്ഥത്തിൽ മാപ്പ് നൽകപ്പെടുകയാണ് എങ്കിൽ, കൊല്ലപ്പെട്ട ഇരയാക്കപ്പെട്ട കുടുംബത്തിൽ നിന്ന് അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മാപ്പ് ലഭിക്കുകയാണ് എങ്കിൽ ഫത്തിബാഉം ബിൽ മഅറൂഫ്, പിന്നെ സദാചാരത്തോടുകൂടി ഏറ്റവും നന്മയിൽ അധിഷ്ഠിതമായി അതിനെ തുടരണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കാവുന്നതാണ്. വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ, ഏറ്റവും നല്ല അർത്ഥത്തിൽ തന്നെ കൊടുത്തു വീട്ടേണ്ടത് കൊടുത്തു വീട്ടണം. ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ, അത് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സവിധത്തിൽ നിന്നുള്ള ഒരു ലഘൂകരണമാണ്. വറഹ്മത്തുൻ, അത് കാരുണ്യമാണ്. ഫമൻ ഇഅ്തദാ ബഅദ ദാലിക, അതിന് ശേഷം ആരെങ്കിലും പരിധി ലംഘിക്കുകയാണ് എങ്കിൽ ഫലഹു അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത് എന്നുള്ള അറിയിക്കുകയാണ്. അതിനുശേഷമുള്ള ആയത്ത്, അതാണ് ആമുഖമായി ഓതിവെച്ച സൂക്തം. പ്രതിക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതിൽ എന്താണ് നിങ്ങൾക്ക് ഇടക്കുണ്ടാകുന്നത്? വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖൂൻ. വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്, നിങ്ങൾ തത്തുല്യമായ ശിക്ഷ കൊടുക്കുന്നതിൽ, പ്രതിക്രിയ നടപ്പിൽ വരുത്തുന്നതിൽ, കൊലക്ക് പകരം കൊല എന്ന നിലക്കുള്ളത് നടപ്പിലാക്കപ്പെടുന്നതിലൂടെ ഹയാത്തുൻ, നിങ്ങൾക്ക് ജീവിതമുണ്ട്. യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാണ് എങ്കിൽ, നിങ്ങൾ സൂക്ഷ്മത പുലർത്തി ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയുമാണ് എങ്കിൽ പ്രതിക്രിയയിൽ ജീവിതവുമുണ്ട് എന്നാണ്. പ്രതിക്രിയയിൽ ജീവിതമുണ്ട് എന്ന് പറഞ്ഞാൽ ബോധപൂർവമായി കൊലപാതകം നടത്തുന്ന ആളുകളെ നിയമപരമായി കൊണ്ട് ഭരണകൂടം കൊലപാതകത്തിന് വിധേയമാക്കുമ്പോൾ പിന്നെ അവരിലൂടെ കൊല ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ രക്ഷപ്പെടുകയാണ്. അതേപോലെ തന്നെ പിന്നെയും കൊലപാതകം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ദീനിൽ അല്ലെങ്കിൽ എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും അങ്ങേയറ്റത്തെ പാതകമാകുന്ന, സാമൂഹികമായ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്ന, എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്തുന്ന ഹീനകൃത്യത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് വലിയ താക്കീതാണ്. കൊല നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പര്യവസാനം ഈ രൂപത്തിലായിരിക്കും എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതിലൂടെ. അതാണ് നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്ന് പറയുന്നത്.
വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. അപ്പോൾ കൊല്ലുന്ന ആളുകളെ, കൊലപാതകത്തെ പല അർത്ഥത്തിലും ആ രൂപത്തിൽ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്കറിയാം. വിവിധ രാജ്യങ്ങളിൽ കൊലപാതകത്തിന്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ അതിന് പ്രത്യേകമായ ശിക്ഷ ലഭിക്കപ്പെടാതെ അവർ രക്ഷപ്പെടുന്ന വേളയിൽ അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ കൊലപാതകങ്ങളും ഇത്തരത്തിലുള്ള അക്രമങ്ങളും കാര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. എന്തിനേറെ നമ്മുടെ രാജ്യത്ത് തന്നെ നടന്ന കൊലപാതകങ്ങൾ, നമ്മുടെ സ്റ്റേറ്റിൽ നടന്ന കൊലപാതകങ്ങൾ, റിയാസ് മൗലയുടെ കൊലപാതകവും ആ പ്രതികൾ രക്ഷപ്പെട്ടതുമൊക്കെ കാണുന്ന സമയത്ത് വിധവയായിട്ടുള്ള സഹോദരിയും മക്കളുടെയും കണ്ണീര്, ഇനി എന്ത് എന്ന ചോദ്യം, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്ക, കൊടിഞ്ഞി ഫൈസലിന്റെ കൊലപാതകം, ഇങ്ങനെ എത്രയോ ബിൽക്കീസ് ബാനുവിനെ പ്രയാസപ്പെടുത്തിയ ആ കുടുംബത്തിലെ 8ഓളം അതല്ലെങ്കിൽ 10ലധികം ആളുകളെ കൊന്നുകളഞ്ഞ ആളുകൾക്കൊക്കെ സ്വീകരണം കൊടുത്തുകൊണ്ട് പുറത്തിറക്കി കൊണ്ടുവരല്, അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലുള്ള കൊലപാതകങ്ങളൊക്കെ കാണുന്ന സമയത്ത് അതിന് വിധേയപ്പെട്ട ആളുകളും അവരുടെ കുടുംബങ്ങളും കണ്ണീരായിക്കൊണ്ട് നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നീക്കുന്ന വേളയിൽ വലക്കും ഫിൽ ഖിസാസി ഹയാത്തും യാ ഉലിൽ അൽബാബ്, അവിടെ പ്രതിക്രിയ നടത്തപ്പെടുന്നു എങ്കിൽ, അതിന് തത്തുല്യമായ ശിക്ഷ നടപ്പിൽ വരുത്തുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ആളുകൾക്ക് സമാധാനപൂർണമായി ജീവിക്കാൻ സാധിക്കുന്നതാണ് എന്ന്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശരീഅത്തിന്റെ വിധി എന്ന് പറയുന്നത്. ഇത് ബനൂ ഇസ്രായേൽ സമൂഹത്തിന് അല്ലാഹു നിശ്ചയിച്ചതാണ്. തൗറയിലും ഇൻജീലിലും ഒക്കെ കാണുവാൻ കഴിയുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 45-ാമത്തെ ആയത്തിൽ വകതബ്നാ അലൈഹിം ഫീഹാ അന്നൻ നഫ്സ ബിൻ-നഫ്സി വൽ ഐന ബിൽ ഐനി വൽ അൻഫ ബിൽ അൻഫി വൽ ഉദ്ന ബിൽ ഉദ്നി വസ്സിന്ന ബിസ്സിന്നി വൽ ജുറൂഹ ഖിസാസുൻ ഫമൻ തസദ്ദഖ ബിഹി ഫഹുവ കഫാറത്തുൻ ലഹു വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ ളാലിമൂൻ. വകതബ്നാ അലൈഹിം, അവരുടെ മേലും മുൻഗാമികളുടെ മേലും നാം നിയമമായി നിശ്ചയിച്ചിട്ടുണ്ട്, അന്നൻ നഫ്സ ബിൻ നഫ്സി, അന്യായമായി കൊണ്ട് ഒരു നഫ്സിനെ ഒരാളെ വകവരുത്തി കഴിഞ്ഞാൽ അയാളെയും വകവരുത്തണം. വൽ ഐന ബിൽ ഐനി, കണ്ണെടുത്തു കഴിഞ്ഞാൽ അവന്റെയും കണ്ണെടുക്കണം. വൽ അൻഫ ബിൽ അൻഫി, മൂക്കിന് മൂക്ക്. വൽ ഉദ്ന ബിൽ ഉദ്നി, ചെവിക്ക് ചെവി. വസ്സിന്ന ബിസ്സിന്നി, പല്ലിന് പല്ല്. വൽ ജുറൂഹ ഖിസാസുൻ, മുറിവിന് മുറിവ് എന്ന അർത്ഥത്തിൽ പ്രതിക്രിയ തത്തുല്യ ശിക്ഷ നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട്. ഫമൻ തസദ്ദഖ ബിഹി, ഇനി ആരെങ്കിലും സദഖ നിർവഹിക്കുകയാണ് എങ്കിൽ ഫഹുവ കഫാറത്തുൻ ലഹു, അത് പ്രായശ്ചിത്തമാണ് എങ്കിൽ ആ അർത്ഥത്തിലും അത് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ പരസ്പര ധാരണയുണ്ടാകണം, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത് നിങ്ങൾ നടപ്പിലാക്കണം. ഫൗലായി, നടപ്പിലാക്കാതിരുന്നു കഴിഞ്ഞാൽ ഫൗലൈക ഹുമുൽ ളാലിമൂൻ, അവർ അക്രമികളായ ആളുകളാണ്. അപ്പൊ സമൂഹത്തിന്റെ ക്രമം തെറ്റാതിരിക്കണമെങ്കിൽ, ധർമ്മം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി നടപ്പിലാക്കപ്പെടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇതാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ആ ശരീഅത്തിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് സൗദി അറേബ്യയുടെ നിയമം എന്ന് പറയുന്നതിന്റെ ക്രിമിനൽ ലോകൾ എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള കാര്യങ്ങൾ ഇവിഷേകമായി നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അബ്ദുറഹീമുമായി ബന്ധപ്പെട്ട സഹോദരന്റെ കേസുകളും ഈ രൂപത്തിൽ തന്നെയാണ് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ പരിഗണിക്കപ്പെട്ടപ്പോൾ ആ കേസിന്റെ വിശദാംശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അബദ്ധവശാലാണോ ബോധവശാലാണോ അത് നടപ്പിലാക്കിയത് എന്നതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ കോടതിയുടെ ഫൈൻഡിങ്ങിൽ വളരെ വ്യക്തമായി അവർക്ക് ലഭിച്ച സോളിഡ് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ മലയാളി ട്രാൻസ്ലേറ്റേഴ്സിനെ വെച്ചുകൊണ്ട് കൃത്യമായ കോടതിയുടെ ആ രൂപത്തിലുള്ള വിചാരണകളും കാര്യങ്ങളും മൊഴിയെടുപ്പുകളും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ നിഷേധിക്കുവാൻ റഹീമിന് സാധിക്കാത്തതിന്റെ പേരിലാണ് അത് ബോധപൂർവമായ കൊലപാതകമായിരുന്നു എന്ന ഫൈൻഡിങ്സിലേക്ക് കോടതി എത്തിച്ചേർന്നതും അവസാനം വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളതും. അങ്ങനെ വധശിക്ഷയ്ക്ക് ബോധപൂർവമായ കൊലപാതകം എന്നതിലേക്ക് എത്തിയത് കൊണ്ടാണ് ആ രൂപത്തിലുള്ള വധശിക്ഷ തന്നെ, അതാണ് ഖിസാസ് എന്ന് പറയുന്നത്. അബദ്ധവശാലാണ് സംഭവിച്ചത് എങ്കിൽ അവിടെ ഖിസാസ് നടപ്പിലാക്കുകയില്ല. അത് ബോധപൂർവമാണെങ്കിലാണ് ഖിസാസ് നടപ്പിലാക്കുക. ഇന്നും സൗദിയിൽ നിന്ന് വന്ന ഒരു ന്യൂസ് വായിച്ചപ്പോൾ ഒരു ബോധപൂർവമായി സൗദി പൗരൻ തന്നെ ഒരു സൗദി പൗരയെ കൊലപ്പെടുത്തിയതിന് അവിടെ ഖിസാസ് നടപ്പിലാക്കപ്പെടുകയുണ്ടായി. ആ ഖിസാസ് നടപ്പിലാക്കുന്നതിന് യാചകനെന്നോ രാജാവെന്നോ വ്യത്യാസമില്ല. 2016 ഒക്ടോബർ 16 വെള്ളിയാഴ്ച അസറിന് ശേഷം നടന്ന
ഒരു ഖിസാസിന്റെ ഫീച്ചർ വായിക്കുകയുണ്ടായി. അതില് രാജകുമാരനെയാണ് വധിച്ചു കളഞ്ഞിട്ടുള്ളത്. രാജകുമാരൻ സുഹൃത്തായിട്ടുള്ള ആദിൽ എന്ന് പറയുന്ന സുഹൃത്തിനെ വെടിവെച്ച് ബോധപൂർവം കൊല്ലുകയുണ്ടായി. അങ്ങനെ കൊന്നുകളഞ്ഞു. അതിന്റെ കേസും കാര്യങ്ങളും 3-4 വർഷം തുടർന്നു. ഈ രാജകുമാരന്റെ പിതാവ് എത്ര വേണമെങ്കിലും ദിയാധനം നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ കൊല്ലപ്പെട്ട കുടുംബം, ആ കുടുംബത്തിന്റെ ആ രാജകുമാരന്റെ പിതാവ് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2016 ഒക്ടോബർ 16 വെള്ളിയാഴ്ച അസറിന് ശേഷം അവിടെ ഖിസാസ് വധം നടപ്പിലാക്കപ്പെടുകയുണ്ടായി. ശുപാർശ പലരും ചെയ്തു, പക്ഷേ ആ ശുപാർശ സ്വീകരിക്കപ്പെടുകയില്ല. കാരണം ഖിസാസിന് വിധേയപ്പെട്ടു കഴിഞ്ഞാൽ, ഫൈൻഡിങ്സിലൂടെ കണ്ടെത്തിക്കഴിഞ്ഞാൽ, ബോധപൂർവമായ കൊലയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാജാവിനോ മന്ത്രിക്കോ സമുന്നതരായിട്ടുള്ള ആർക്കോ ഏത് ഗോത്രത്തിനോ ഒരാൾക്കും ഇടപെടാൻ പറ്റാത്ത വിധത്തിലുള്ള ഇസ്ലാമികമായ നീതിയാണ് അവിടെ നടപ്പിലാക്കപ്പെടുക എന്നതിൻ്റെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്, എത്രയോ സംഭവങ്ങൾ അവിടെ പിന്നെ ആർക്കുമില്ല. എന്നാൽ മറ്റു രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ ന്യായമായ കൊലപാതകത്തിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധേയപ്പെട്ട ഒരു മനുഷ്യൻ അവസാനം രാഷ്ട്രപതിയുടെ അടുത്തേക്ക് എത്തുകയാണ് എങ്കിൽ ദയാഹർജിയിൽ രാഷ്ട്രപതിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കും. പക്ഷെ ആ തീരുമാനത്തിന്റെ നൈതികതയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കൊല്ലപ്പെട്ട കുടുംബത്തിന്റെ അവസ്ഥയും മാനസികാവസ്ഥയും അവിടെ പരിഗണിക്കപ്പെടണമെന്നില്ല. അവർ ആഗ്രഹിക്കൽ അവിടെ ദയ കൊടുക്കാതിരിക്കുകയാണ് എങ്കിൽ, അതല്ലെങ്കിൽ ദയ കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് അതിൻ്റെതായ പ്രായശ്ചിത്തം ലഭിക്കണമെങ്കിൽ മനുഷ്യവികാരത്തെ, മാനവികതയെ, നഷ്ടപ്പെട്ട സഹോദരൻ നഷ്ടപ്പെട്ട, മകൻ നഷ്ടപ്പെട്ട, മകൾ നഷ്ടപ്പെട്ട, ബന്ധു നഷ്ടപ്പെട്ട ആ കുടുംബത്തിന്റെ വേദനയും പ്രയാസവും എത്രയാണ്, എത്ര കോടിയാണ് എന്ന് ഒരിക്കലും നമുക്ക് അളന്നെടുക്കാനും തിട്ടപ്പെടുത്താനും സാധ്യമല്ല. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ഓപ്ഷനും ഒരു പരിഹാരവും മുന്നിൽ വെച്ച് കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന നിയമങ്ങളൊന്നും മനുഷ്യനിർമ്മിതമായ ആശയങ്ങളിലില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശരീഅത്തിൽ അവസാനത്തെ വാക്ക്, അവസാനത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കൊല്ലപ്പെട്ട കുടുംബത്തിനും കുടുംബ ബന്ധുക്കൾക്കും നൽകുകയാണ്. ആ ഓപ്ഷൻ അങ്ങനെ നൽകിയത് കൊണ്ടാണ് റഹീമിന്റെ മോചനവും സാധ്യമായത്. അതാണ് ബോധപൂർവമായ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഫൈൻഡിങ്സ് എങ്കിൽ പിന്നെ അതിൽ 3 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഖിസാസ്, വധശിക്ഷ നടപ്പിലാക്കുക. അതാണ് ഓതി വെച്ച 2 സൂക്തങ്ങളിലും പറഞ്ഞത്. അതാണ് വലക്കും ഫിൽ ഖിസാസ് ഹയാത്തും എന്നതിൽ പറഞ്ഞത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മോചനദ്രവ്യം നൽകുക, ദിയാധനം നൽകുക എന്നാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബന്ധുക്കൾ കുറ്റവാളിക്ക് മാപ്പ് നൽകണം. ഇതിൽ രണ്ടാമത്തെ മോചനദ്രവ്യമാണ് പിന്നീട് അവർ പല ചർച്ചയ്ക്ക് ശേഷവും, കാരണം അവർക്ക് പ്രകോപനമുണ്ടായത് എന്തുകൊണ്ടാണ് നമുക്കറിയാം. റഹീമിന്റെ മോചനത്തിന് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ചു. അത് കേരളത്തിന്റെ മഹിതമായ ഒരു മാനവികതയുടെ മനോഹരമായ ഏടായി മാറി. ഇലക്ഷൻ പരിസരങ്ങളിലൊക്കെ കേരളത്തെയും അതേപോലെ ഈ രാജ്യത്തെയും ഒക്കെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അതിനെ വംശീയമായി വർഗീയമായി വിഭജിച്ച് പണം വിടർത്തുന്ന ഒരു സമയത്ത് ഒരു സഹോദരന്റെ മോചനത്തിന് വേണ്ടി എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിന്ന മനോഹരമായ നിമിഷമായി റഹീമിന്റെ വിഷയം മാറി എന്നതിൽ ആർക്കും തർക്കമില്ല, അതിലാർക്കും സംശയമില്ല. പക്ഷേ ആ കേസ് അത്രത്തോളം എത്തിയത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവിടെ ചില അപാകതകൾ സംഭവിച്ചു എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുകയാണ്. ആ മോചനം ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതല്ല എങ്കിൽ ബോധപൂർവമായ വധശിക്ഷ, ഖിസാസ് നടപ്പിലാക്കപ്പെടേണ്ട ശരീഅത്തിലൂടെ പറയപ്പെടുന്ന, അതിലൂടെ ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക്, വിധിയിലേക്ക് അത് എത്തുമായിരുന്നില്ല. 2006 റഹീം അവിടെ എത്തിയത്. ആ സമയത്ത് യാത്ര പോകുന്നതിനിടക്ക് അതിൻ്റെ മുമ്പ് ആക്സിഡന്റ് സംഭവിച്ച് കഴുത്തിന് താഴെ ചലനശേഷിയില്ലാത്ത അനസ് എന്ന് പറയുന്ന കുട്ടിയെ പരിപാലിക്കാനുള്ള ചുമതലയായിരുന്നു റഹീമിനെ കൊടുത്തിരുന്നത്. ആ യാത്രക്കിടയിൽ ഒരു സിഗ്നലിലെത്തി. ആ സിഗ്നലിനും വണ്ടി ഓടിക്കാൻ പറഞ്ഞു. പക്ഷേ സാധ്യമല്ലല്ലോ, പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തുപ്പി എന്നാണ് പറയുന്നത്. അതിനെ ആ സമയത്ത് തുപ്പരുത് എന്ന അർത്ഥത്തിലാകാം. അള്ളാഹു അഅലം, അതിന്റെ രഹസ്യങ്ങളൊക്കെ അള്ളാഹുവിനാണ് അറിയുക. ഏതായിരുന്നാലും അത്രമേൽ ക്രൂരത കാണിക്കുന്ന ഒരു മാനസികാവസ്ഥയൊന്നും റഹീമിനുണ്ടാവുകയില്ല. നമുക്കറിയാം, നമ്മുടെ മനസ്സ്, മനുഷ്യരുടെ മനസ്സ് അങ്ങനെ ജോലിക്കെത്തി, അന്യനാട്ടിലെത്തി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ചൊരു ഭിന്നശേഷി ഒരു സഹോദരന് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്ത് ഉപജീവനം നയിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മനസ്സ് അത്രത്തോളം ഒന്നും ആയിത്തീരുകയില്ല. എന്നാൽ തുപ്പരുത് എന്നൊക്കെ വിചാരിച്ച് കൈകൊണ്ട് അത് തടയുന്നതിനിടക്ക് ജീവൻ രക്ഷാ ഉപകരണത്തിൽ കൈ പതിക്കുകയും ശ്വാസോച്ഛ്വാസത്തിന് പ്രയാസമുണ്ടാവുകയും ചെയ്തു. പക്ഷേ റഹീം അത് തിരിച്ചറിഞ്ഞില്ല. വാഹനമെടുത്ത് മുന്നോട്ട് പോയി. കുറച്ചു കഴിഞ്ഞ് പിന്നോട്ട് നോക്കിയപ്പോഴാണ് ശബ്ദമൊന്നും കേൾക്കണില്ല, നുരയും പതയും വന്നു.
അപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടോ എന്ന സംശയം ഉണ്ടാകി. 1 മാസമേ ആയിട്ടുള്ളൂ. സൗദിയിലേക്ക് എത്തിയിട്ട് ആകെ ബേജാറായി. അമ്മാവൻ്റെ മകൻ, എൻ്റെ ഓർമ്മയിൽ നിസാർ, ഒളവണ്ണ സ്വദേശി, അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വന്നു. ഇവിടെ സൗദിയാണ്, നിയമം വളരെ കർശനമാണ്. ഒരാളുടെ മുമ്പിലും നിയമവും നീതിയും അത് ആ ഒരു അർത്ഥത്തിലാണ് മുന്നോട്ട് പോകല്. എന്താ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വളഞ്ഞ വഴിയിൽ ഒരു മാർഗം പയറ്റി. അത് അവരുടെ അവിവേകമായിരുന്നു. കാരണം അവർ മരുഭൂമിയിലേക്ക് ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ റഹീമിനെ കെട്ടിയിട്ട് അവസാനം പിന്നെ അത്തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രവർത്തിച്ചു. അവരെ കൊണ്ട് അവർ ആ സമയത്ത് അവരുടെ മാനസികാവസ്ഥ അതാണ് പൈശാചികമായി അവർക്ക് തോന്നിപ്പിച്ചത്. കാരണം ഇനി എന്ത് ചെയ്യും? ബോധപൂർവമല്ല. ഇനി രക്ഷപ്പെടാൻ എന്താണ് ചെയ്യുക? കുഞ്ഞ് കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്ന്. ഇപ്പൊ കൊള്ളക്കാർ വന്ന് കവർച്ചക്കിടക്ക് കൊല്ലപ്പെട്ടതാണ് എന്ന രൂപത്തിൽ വരുത്തി തീർക്കാൻ ശ്രമം നടത്തി. പോലീസ് വന്നു. അങ്ങനെ പോലീസ് റഹീമിന്റെ കോൾ ലിസ്റ്റുകളൊക്കെ പരിശോധിച്ചപ്പോൾ നിസാറിന് ഫോൺ ചെയ്തിട്ടുണ്ടായി. നിസാറിനെ വിളിച്ചു വരുത്തി. അന്വേഷണം പുരോഗമിച്ചു. പെട്ടെന്ന് കാര്യം പിടുത്തം കിട്ടി. അതുവരെ ആ കുടുംബം വിചാരിച്ചത് ഇങ്ങനെ ഈ രൂപത്തിൽ കൊള്ളക്കാരുടെ അക്രമത്തിന് വിധേയമായി അതിനിടക്കാണ് തങ്ങളുടെ കുഞ്ഞ് കൊല്ലപ്പെട്ടത്, മരിച്ചത്, റഹീമിനും പ്രയാസം ഉണ്ടായി എന്നാൽ ഇതിനെ വേറെ രൂപത്തിലേക്ക്, ആംഗിളിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ മാറി, അല്ലെങ്കിൽ ആ കേസിന്റെ ഗതിവിഗതികൾ മാറി. അപ്പോൾ ബോധപൂർവമായിട്ട് കൊലപാതകത്തിന് ശ്രമം നടത്തി, അതിന് സഹായ സഹകരണങ്ങൾ ചെയ്തു എന്ന രൂപത്തിലേക്ക് ആ കേസ് മുന്നോട്ട് പോയപ്പോഴാണ് ഞാൻ ആമുഖമായി ഓതിവെച്ച ഇസ്ലാമിക ശരീഅത്തിലെ ഖിസാസുമായി ബന്ധപ്പെട്ട ജഡ്ജ്മെന്റിലേക്കൊക്കെ അത് എത്തിയത്. അങ്ങനെ ആ ജഡ്ജ്മെന്റിലേക്ക് എത്തിയെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൊരു റഹ്മത്ത്, 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 45-ാമത്തെ ആയത്തിലൊക്കെ അല്ലാഹ് പറഞ്ഞല്ലോ, നിങ്ങൾ ഫഹുവ കഫാറത്തുൻ എന്ന് സൂറത്തുൽ മാഇദയിൽ അല്ലാഹ് അറിയിച്ച, നിങ്ങൾ പ്രായശ്ചിത്തം കൊടുക്കുകയാണ് എങ്കിൽ, മാപ്പ് കൊടുക്കുകയാണ് എങ്കിൽ, ഫമൻ ഉഫിയ ലഹു മിൻ അഖീ ശൈഉൻ, അതാണ് ഏറ്റവും ഖൈറായി തീരുന്നത് എന്നതിലേക്ക് അവർ എത്തിയപ്പോൾ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഒരു സഹോദരൻ ഇസ്ലാമിക ശരീഅത്തിന്റെ കാരുണ്യത്തിന്റെ തണലിൽ രക്ഷപ്പെടുകയാണ്. അതല്ലെങ്കിൽ 2016 ഒരു രാജാവിനെ വധിച്ചു കളഞ്ഞ, ഇന്ന് ഒരു സൗദി പൗരനെ ഇതേപോലെയുള്ള ഖിസാസിന് വിധേയമാക്കിയിട്ടുള്ള ആ സൗദി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം രാജാവെന്നോ യാചകനെന്നോ ഹൗസ് ഡ്രൈവറെന്നോ മന്ത്രി പദവിയിൽ ഇരിക്കുന്ന ആളുകളെന്നോ വ്യത്യാസമില്ലാതെ നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അവരൊരു വേർതിരിവും കാണിക്കാറില്ല. പക്ഷേ അള്ളാന്റെ ദീനിന്റെ സൗരഭ്യം, അതിൻ്റെ സൗന്ദര്യം, ശരീഅത്തിന്റെ മാനവികത, ആ ഒരു മനസ്സിലേക്ക് അവർ എത്തിയപ്പോൾ രണ്ടു കൂട്ടർക്കും ഹയാത്ത് ലി ഉലിൽ അൽബാബ്. ഇന്ന് അനസിന്റെ കുടുംബത്തിനും അതിൽ സന്തോഷിക്കാം, റഹീമിന്റെ കുടുംബത്തിനും അതിൽ സന്തോഷിക്കാം. ഇരു കുടുംബങ്ങൾക്കും അല്ലാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെയുള്ള ഒരു പുതുജീവിതത്തിലേക്ക് അത് വഴി നടത്തപ്പെടുകയാണ്. പിന്നെ പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ട എമൗണ്ടിൽ പല ആളുകളും ചർച്ച നടത്തി. ആ എമൗണ്ടും ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ബോധപൂർവമായിട്ട് കൊന്നതാണെങ്കിൽ പോലും 100 ഒട്ടകങ്ങൾക്ക് സമാനമാകുന്ന തുകയാണ് എന്ന് പറഞ്ഞത്. 100 ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കോടിയോളം രൂപയാണ് 100 ഒട്ടകങ്ങൾക്ക് വരിക എന്നാണ്. അത്രയേ നിങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ. പക്ഷേ പിന്നെ എത്രത്തോളം ചോദിക്കണമെന്ന് ചില കേസുകളൊക്കെ വരുന്ന സമയത്ത് അവരാണ് തീരുമാനിക്കുക. എന്തായിരുന്നാലും ഒരു മനുഷ്യന്റെ ജീവന്റെ വില എന്ന് പറയുന്നത് അത് വലിയ വില തന്നെയാണ്. ആ വിലയുടെ വില എത്രയാണ് എന്ന് ചില സമയങ്ങളിൽ നമുക്ക് പറയാൻ, അതിന് നിർവചനം കണ്ടെത്താൻ സാധ്യമല്ല. കാരണം അള്ളാഹ് പറഞ്ഞതാണ്, ഓമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീആ. നിങ്ങൾ ഒരു മനുഷ്യൻക്ക് ജീവനും ജീവിതവും കൊടുത്തു കഴിഞ്ഞാൽ, രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതിന്, രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ്. നിരുപാധികമായി അന്യായമായി ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നതിന് സമാനമാണ്. 7 വൻപാപങ്ങളിൽ ഒരു വൻപാപം ഖത്ലുൻ നഫ്സ്, മനുഷ്യവധം എന്ന് പറയുന്നതാണ്. സ്വർഗം നിഷിദ്ധമാകുന്നതാണ്. അതേപോലെ തന്നെ അങ്ങനെയുള്ള വധങ്ങൾ സമൂഹത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ സ്വസ്ഥ ജീവിതത്തിന് വലിയ ഭംഗം ഉണ്ടാക്കും എന്നതിന് എത്രയോ അനുഭവങ്ങളാണ്. ഇരകളായി ജീവിക്കുന്ന ആളുകളുടെ നീതി നിഷേധവും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഖിസാസിന്റെ അനിവാര്യതയൊക്കെ മനസ്സിലാക്കും. പക്ഷേ റഹീമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ അള്ളാന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ ഇടപെടലും ആ കുടുംബത്തിന്റെ സ്നേഹവും അവരുടെ മാപ്പുമൊക്കെ കടന്നു വന്നതിലൂടെ ആ വിഷയം ശുഭാപ്തിയിലേക്ക്, ഏറ്റവും നല്ല രൂപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ എല്ലാ അർത്ഥത്തിലും പരിപൂർണ വിജയത്തിൽ എത്തിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ ശരീഅത്തിനെ സംബന്ധിച്ച് അറിവില്ലായ്മ കൊണ്ട് അതിനെ അവമതിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ആ വിഷയങ്ങൾ മനസ്സിലാക്കി കേസുകളും കാര്യങ്ങളും വിശദാംശങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ കമന്റ് അടിക്കേണ്ടതും ഫോർവേഡ് ചെയ്യേണ്ടതും അതേപോലെയുള്ള ആശയങ്ങളിലും ചർച്ചകളിലുമൊക്കെ ഭാഗവാക്കായി തീരേണ്ടതും. അതല്ലാതെ അറിവില്ലായ്മ കൊണ്ട്
കോടതികളെയോ ഒരു രാജ്യത്തിൻ്റെ നിയമത്തെയോ നമ്മളെ പ്രതിനിധീകരിക്കുന്ന അതുല്യമായ ഇസ്ലാമിൻ്റെ ശരീഅത്തിനെയോ കൊഞ്ഞനം കുത്തുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ച് സൗദി ഗവൺമെന്റ് എല്ലാ വിഷയങ്ങളിലും സമ്പൂർണ്ണ ഇസ്ലാമാണ് അവിടെ കൊണ്ടു നടക്കുന്നത് എന്ന വാദമൊന്നും എനിക്കില്ല. നീതി നടപ്പിലാക്കപ്പെടേണ്ട പല വിഷയങ്ങളിലും അവർക്ക് നീതിയുക്തമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ഗസ മണ്ണിലെ പാവപ്പെട്ട മനുഷ്യരെ അവർ നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കൂട്ടത്തിൽ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുമൊക്കെ അവിഷയകമായി പലപ്പോഴും പാളിപ്പോയിട്ടുണ്ട്. പക്ഷേ റഹീമിന്റെ വിഷയത്തിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ ഉൾക്കണമുള്ള മാനവികതയുടെ ഖിസാസിന്റെയും അനുബന്ധ വിഷയങ്ങളും ഏറ്റവും നല്ല രൂപത്തിൽ തന്നെയാണ് അവിടെ നടപ്പിലാക്കപ്പെട്ടത് എന്ന് ചേർത്ത് വായിക്കുകയും കൂടി ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ചെറുതും വലുതുമായ വിധിവിലക്കുകളെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നീതിക്കും നന്മക്കും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي أنعمنا وأسعدنا بهذا اليوم المبارك وهو الذي أسعدنا بشريعة الإسلام وهو الذي أكرمنا بالقرآن والصلاة والسلام على القائل خيركم من تعلم القرآن وعلمه. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് തസ്കിയത്തും തഖ്വയും തർബിയത്തും തവക്കുലും തൗഹീദും കൈമോശം വരുത്താതെ ശുഭാപ്തിയോടെ ജീവിച്ച് മുന്നോട്ട് നീങ്ങുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യം നിർണായകമായ ലോക്സഭ ഇലക്ഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യഘട്ട ഇലക്ഷൻ ഇന്ന് 21 സംസ്ഥാനങ്ങളിലെ 102 ലോക്സഭാ മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ചയാണ് നമ്മുടെ വോട്ടെന്ന് പറയുന്ന ജനാധിപത്യ മതേതര രാഷ്ട്രത്തിലെ വലിയ ആയുധം വിനിയോഗിക്കപ്പെടാനുള്ളത്. വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് എൻ്റെ ഓർമ്മയിൽ വായനയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കാനാണ് സാധ്യത. പക്ഷെ അതൊരു ഷർറാണ്, പ്രയാസമാണ് എന്ന് വിചാരിച്ചാലും അതൊരു ഖൈറായി തീരാനും സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒന്നുകൂടി മതേതര വിശ്വാസികൾ, ഇസ്ലാമിക ഉമ്മത്തൊക്കെ ഒന്നുകൂടി ജാഗ്രതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വോട്ട് പോലും പാഴാക്കാതെ എങ്ങനെ വളരെ എളുപ്പത്തിൽ അടുത്ത വെള്ളിയാഴ്ച രാവിലെ തന്നെ അത് നിർവഹിച്ച് ആ ദിനത്തിലെ മറ്റ് അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ ആചരിക്കാനുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നടത്തുകയും വേണം. ഇനി ഉദ്യോഗസ്ഥന്മാർക്ക്, ബൂത്ത് ഏജന്റുമാർക്ക് അഥവാ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ അസാന്നിധ്യം കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായിത്തീരും എന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജുമായിൽ പങ്കെടുക്കണമെന്നില്ല. കാരണം ഒരു ഫസാദും ഖൈറും ഉണ്ടാകുമ്പോൾ ഒരു നന്മ ചെയ്യാം, എന്നാൽ ഒരു ഫസാദ് വരാൻ സാധ്യതയുണ്ട് എങ്കിൽ ആ നന്മ ചെയ്തില്ലെങ്കിലും ആ ഫസാദിനെ, കുഴപ്പത്തെ, വംശീയതയെ, വർഗീയതയെ പ്രതിരോധിക്കാനുള്ള അവസരമായിട്ട് കാര്യങ്ങൾ വിവേകത്തോടെ വിനിയോഗിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ജുമാ നഷ്ടപ്പെട്ടാലും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വോട്ട് നിർണായകമാണ്, അവിടെയുള്ള സിറ്റിംഗ് നിർണായകമാണ്, വിജിലൻ്റ് ആയിരിക്കുക എന്നത് നിർണായകമാണ്. അവർക്ക് ളുഹ്ർ നമസ്കരിക്കാവുന്നതാണ്. ദൂരെ നിന്ന് വരുന്നവർക്ക് ജമ്മും കസ്റുമായി നമസ്കരിക്കാവുന്നതാണ്. അതല്ലാത്ത ആളുകൾക്ക് ളുഹ്റും അസ്റും ഒക്കെ ജമ്മാക്കി നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ മറ്റുള്ള ആളുകൾക്ക് രാവിലെ തന്നെ നിർവഹിച്ച് ജുമാക്ക് പങ്കെടുക്കാൻ പറ്റാവുന്നവരാണ് മാക്സിമം. അതൊക്കെ അങ്ങനെ തന്നെ നിർവഹിക്കേണ്ടവരാണ്. നമ്മുടെ ഉദാസീനത കൊണ്ട്, അലസത കൊണ്ട് ജുമാ നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ അതേ അവസരത്തിൽ ഈ ഇലക്ഷനും നിർണായകമാണ് എന്ന് വെച്ച് നമ്മൾ ഭയപ്പെടുകയോ പേടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഇന്നലകൾ, വിശുദ്ധ ഖുർആനിൻ്റെ ആയാത്തുകൾ, അതിൽ പ്രവാചകന്മാർ നിയോഗിതരായിട്ടുള്ള സമൂഹങ്ങൾ, ആധുനിക കാലഘട്ടം, ഇതേ മെമ്പറിൽ വെച്ച് തന്നെ ചെങ്കിസ് ഖാനും
അല്ലേ, അതുപോലെയുള്ള വംശീയ ഉന്മൂലനത്തിന് വേണ്ടി, എത്നിക് ക്ലെൻസിങ്ങിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള ആളുകൾ, ഇതിൻ്റെയൊക്കെ ചരിത്രമെടുത്ത് വായിക്കുമ്പോൾ ആദർശ വിശുദ്ധിയുടെ, തൗഹീദി ബോധത്തിൻ്റെ, നന്മയുടെ അടിസ്ഥാനത്തിൽ ഈ ഉമ്മത്ത് എക്കാലത്തും അതിജീവനം നേടിയിട്ടുണ്ട്. സഹായിക്കേണ്ടടത്ത് അല്ല സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രമാണങ്ങളും ചരിത്രവും നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെന്ത് വേണം? വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ വദ്ഉ ഖൗഫൻ വതമആ. നിങ്ങൾ പടച്ചറബിനോട് അങ്ങേയറ്റത്തെ ഭയഭക്തിയോടെ, പ്രതീക്ഷയോടെ, ഇനി ഈ രാജ്യത്തിൻ്റെ ഗതിവിഗതി അള്ളാഹുവെ ഇങ്ങനെയായി തീരണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം പടച്ചറബിനോട്. അതിൻ്റെ കൂടെ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബ്, അള്ളാഹുവിൻ്റെ കാരുണ്യം വളരെ സമീപത്താണ്. മിനൽ മുഹ്സിനീൻ, സുഹൃതം ചെയ്യുന്നവർക്ക്, സുഹൃതം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, റമദാനിനെ തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ, പ്രവർത്തനങ്ങൾ നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ, സൽക്കർമ്മ നിരതരായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ശിർക്ക് കലരാത്ത വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സുഹൃതം ചെയ്യുന്നവരുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രൂപത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങണം. അതിൻ്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം പടച്ചറബിനോട്. സൂറത്തുൽ മുംതഹിനയിലെ 5-ാമത്തെ ആയത്ത് ഒരു പ്രാർത്ഥന കൂടിയാണ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തജഅൽനാ ഫിത്നതൽ ലില്ലദീന കഫറൂ, ലാ തജഅൽനാ, ഞങ്ങളെ നീ ആക്കി തീർക്കരുത്, ഫിത്നതൻ ലില്ലദീന കഫറൂ, നിഷേധികളായ ആളുകൾക്കുള്ള ഒരു പരീക്ഷണ വസ്തുവായി, ഒരു കളിപ്പാവയാക്കിയിട്ട് നാഥാ ഞങ്ങളെ നീ മാറ്റരുതേ എന്നാണ്. നിഷേധികളായ, അവിശ്വാസികളായ, അധർമ്മകാരികളായ, തീവ്രവാദികളായ, വർഗീയവാദികളായ ആളുകൾക്കുള്ള ഒരു കളിപ്പാവയാക്കിയിട്ട് ഞങ്ങളെ നീ മാറ്റരുതേ. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം. പാപമംഗലമായ മനസ്സുമായി അധർമ്മങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് നീ ഞങ്ങളെ പരീക്ഷിക്കാൻ തുനിയുന്നത് എങ്കിൽ വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നാഥാ നീ പൊറുത്തു തരണം. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക അൻതൽ അസീസുൽ ഹകീം, തീർച്ചയായും നീയാണ് അസീസ്, അള്ളാഹുവാണ് പ്രതാപശാലി. പലരും അധികാരങ്ങൾ പറഞ്ഞ്, പല കാര്യങ്ങളും സാധ്യതകളൊക്കെ പറഞ്ഞ് അവരെ അസീസുകളായി തീരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹുവാണ് യഥാർത്ഥ അസീസ്. ഹക്കീം എന്നാണ് അസ്മാഉൽ ഹുസ്നയിൽ ആ പ്രാർത്ഥനയുടെ ആയത്തിൻ്റെ അവസാന ഭാഗം. ഹക്കീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഏത് കാര്യം എവിടെ എങ്ങനെ സംഭവിക്കണമെന്ന് നിശ്ചയിക്കുന്നവൻ അവൻ അള്ളാഹുവാണ്. അതാണ് ഹക്കീം, യുക്തിഭദ്രമായി. അതുകൊണ്ട് ഈ ഉമ്മത്തിൻ്റെ ഖൈർ, ഇതിൻ്റെ നന്മ, ഇതിൻ്റെ നിലനിൽപ്പ്, ആദർശബോധ്യം, ജീവിതം പഠിക്കൽ ഏതൊക്കെ രൂപത്തിലായിരിക്കണമെന്ന് ഹിക്മത്തോടുകൂടി അള്ളാഹുവാണ് നിശ്ചയിച്ച് നിർണയിച്ച് നൽകുന്നത്. അതിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പാകത്തിലുള്ളതിന് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. അതാണ് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ആമൻ റസൂൽ ചൊല്ലുമ്പോഴുള്ള പ്രാർത്ഥന. എല്ലാ നമസ്കാരത്തിന് ശേഷവും അതാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി, ഞങ്ങൾക്ക് വഹിക്കാവുന്നതിലപ്പുറം, സഹിക്കാവുന്നതിലപ്പുറമുള്ള ഭാരം ഞങ്ങൾക്ക് നീ നൽകരുതേ എന്ന് അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആ ഓതുന്ന ആളുകളിൽ എത്ര ആളുകൾക്ക് അർത്ഥമറിയാം? എത്ര തവണ നമ്മളത് ചൊല്ലാറുണ്ട്, പാരായണം ചെയ്യാറുണ്ട്? ആമന റസൂൽ ഓതി അർത്ഥബോധത്തോടെ ആലോചിച്ച് അങ്ങനെ കിടക്കുന്ന പതിവ് നമുക്കുണ്ടാകാറുണ്ടോ? നമസ്കാരത്തിന് ശേഷം ആ 2-3 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യാറുണ്ടോ? പാരായണം ചെയ്യുന്നവർ ഈ അർത്ഥം ആലോചിക്കാറുണ്ടോ? ഇതൊക്കെ വ്യക്തമായി ആലോചിക്കേണ്ട, മനസ്സുകൊടുത്ത് ആശയബോധ്യത്തോടെ, അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടേണ്ട സമയം കൂടിയാണിത്. അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത വെള്ളിയാഴ്ച ഒരർത്ഥത്തിൽ നിർണായകമാണ്, മറ്റൊരർത്ഥത്തിൽ ഇൻഷാ അല്ലാഹ് പ്രതീക്ഷയായി തീരുന്നതുമാണ്. അതിനനുസരിച്ചുള്ള അലിയലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകും. ഇത് ഇസ്ലാമിക ഉമ്മത്തിന് മാത്രമല്ല, ഇത് ഇന്ത്യക്ക് വേണ്ടിയാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. പിന്നെ ഈ ഉമ്മത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പടപൊരുതി ഈ രാജ്യത്തിന് വേണ്ടി സമ്പത്തും രക്തവും ഒഴുക്കിയിട്ടുള്ള പൂർവ്വസൂരികളുടെ പിന്മുറക്കാരാണ് നമ്മൾ. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പൈതൃകം അതിൻ്റെ ഭരണഘടന അധിഷ്ഠിതമായി അതിൻ്റെ ജനാധിപത്യ മതേതരത്വ ബോധത്തിൽ നിലനിൽക്കണം എന്നതിൽ അങ്ങേയറ്റത്തെ ആഗ്രഹം നമുക്കുണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ വ്യത്യാസമില്ല. ഈ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യരും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വമുള്ള ഭരണഘടനയുടെ പ്രയാമ്പിളിൽ പറഞ്ഞ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന നിലക്ക് മുന്നോട്ട് പോകാൻ സഹായകരമായി തീരുന്ന വഴിത്തിരിവുള്ള ഒരു ഇലക്ഷന്
അതിൻ്റെതായ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണണം. അത് സ്റ്റേറ്റ് അടിസ്ഥാനത്തിലായാലും സെൻട്രൽ അടിസ്ഥാനത്തിലായാലും ഉത്ബുദ്ധതയുടെ രൂപത്തിലായിരിക്കണം വോട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം. അത് സ്റ്റേറ്റ് ഏതായിരുന്നാലും ഈ രാജ്യത്തിൻ്റെ ഈ ഉമ്മത്തിൻ്റെ വിഷയമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് കാപട്യം കലരാതെ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് അവരെ വിജയിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി അവസരമൊരുക്കുന്ന ഭാഗധേയം ഉത്തരവാദിത്വത്തോടെ നമ്മൾ നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ അറിയാതെ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ നീ കബൂൽ ചെയ്യണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിർണായകമായ പല വിഷയങ്ങളിലും നിന്നോട് തേടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണമേ. പ്രാർത്ഥന സ്വീകരിക്കാത്ത വല്ല വീഴ്ചകളും സംഭവിക്കുന്നു എങ്കിൽ അല്ലാഹുവേ, നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. അല്ലാഹുവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരീ സഹോദരന്മാർ, അല്ലാഹു അവർക്കെല്ലാം നീ അതിജീവനം നൽകണമേ. ഗസയിലെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ണിന് നീ നിർഭയത്വം നൽകണമേ നാഥ. ആ പോരാട്ടത്തെ നീ വിജയിപ്പിക്കണമേ നാഥ. ബൈത്തുൽ മഖ്ദിസിന്റെ വിമോചനത്തോളം എത്തിക്കണമേ നാഥ. ആ മണ്ണിനെയും ഞങ്ങളുടെ മണ്ണിനെയും നീ അരക്ഷിതമായ അവസ്ഥകളിൽ നിന്ന് കാത്ത് രക്ഷിക്കണമേ നാഥ. നിർഭയത്വത്തോടുകൂടി സാമൂഹ്യ ബോധത്തോടെ സഹജീവി സ്നേഹത്തോടെ മുന്നോട്ട് നീങ്ങാൻ ഒരുമയായി പ്രവർത്തിക്കാനും കഴിയുന്ന വിധത്തിലുള്ള സൗഹൃദ അന്തരീക്ഷം നീ നിലനിർത്തി തരണമേ നാഥ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, തണലിൻ്റെ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് സാഹിബിൻ്റെ മാതാവ് മറിയം ബി മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ മറ്റൊരു സഹോദരിയും മരണപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ ഒമാനിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ UAE ഉള്ളത് നമുക്കറിയാം. അതിൽ നിന്ന് മരണപ്പെട്ട ആളുകൾ, ആ മരണപ്പെട്ട ഒരു കുടുംബത്തിലെ 10ലധികം മക്കളുടെയൊക്കെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ കുടുംബത്തിന് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു ആ നാടിനെ സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവാസി കുടുംബ ബന്ധുക്കളെ, സുഹൃത്തുക്കൾക്ക് അല്ലാഹു തൗഫീഖും സംരക്ഷണവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവെ, ഞങ്ങൾ രോഗികളായ ആളുകൾ, കിടപ്പ് രോഗികൾ, ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവെ അവർക്കെല്ലാം നീ അസുഖത്തിന് ശമനം നൽകുന്ന വിധത്തിൽ ചികിത്സ നീ ഫലപ്രദമാക്കി തീർക്കണമേ നാഥ. നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാവുകയാണ്. മജ്ജ കൊടുക്കുന്നവരും സ്വീകരിക്കുന്നവരും, അല്ലാഹുവെ രണ്ടും നീ ഖൈറിൽ എത്തിക്കണമേ നാഥ. ശമനം നൽകണമേ നാഥ. ചികിത്സ പൂർണ്ണതയിൽ എത്തിക്കണമേ നാഥ. അത്തരത്തിലുള്ള അസുഖങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് നീ കാവൽ നൽകണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. اللهم انصر المسلمين في فلسطين. اللهم انصر المظلومين في جميع أنحاء العالم. اللهم كن نصيرا ومعينا للمجاهدين في فلسطين. اللهم دمر وشتت أعداءك وأعداء السلم والسلام والتعايش والإسلام. ربنا تقبل منا إنك أنت السميع العليم.